നിങ്ങൾക്ക് അവരെ അങ്ങ് മാറ്റിക്കൂടെ? ഞാനുള്ളത് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ്. ആ ഒരു പേടിയുണ്ട് ഭയന്ന്. അംഗനവാടിയിലെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി, അതായത് കരണത്ത് 2 അടി കിട്ടി. ജോലി പോകുന്നുള്ള പേടിയാ. അവിടെ നിന്നുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഭീഷണിസ്വരമാണ്. ജാതിയുടെയും നിറത്തിന്റെയും പേരുള്ള അതിക്രമങ്ങൾ തൊഴിലിടങ്ങളിൽ ഇപ്പോഴും തുടരുന്നു. ടീച്ചറെ ഈ ചാക്കെല്ലാം അടുക്കി വെക്കണം, ടീച്ചർ വലിച്ചു വാരിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറയും. ജോലി വേണോ, അടി കിട്ടിയത് നിങ്ങൾ സഹിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ അടിയുടെ കാരണം എന്താണ്? ഇത്രയും നാൾ പിന്നിട്ടിട്ടും ഈ അമ്മ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത്? ആ മെമ്പറെ പോയി കാണുന്നു, ഈ മെമ്പറെ പോയി കാണുന്നു. അവർക്ക് പാർട്ടിക്കാരൊരു ഉണ്ട്. അമ്മക്ക് അവിടെ ജോലി നോക്കണ്ടേ? പേടിയാണോ? പേടിയാണ്. ടീച്ചർമാരെ എനിക്ക് ബഹുമാനമുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഞാനൊരു അമ്മയെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുകയാണ്. ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ എന്നെ അടിച്ചു. ഈ സംഭവം മൂടി വെച്ചത് അവരെ ഭയന്നിട്ട്. ഒരു മൂപ്പന്റെ അമ്മയാണ്. ജാതിയുടെ പേര് ടീച്ചർ പറയും. നമസ്കാരം. ജാതിയുടെയും നിറത്തിന്റെയും പേരുള്ള അതിക്രമങ്ങൾ തൊഴിലിടങ്ങളിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഞാനൊരു അമ്മയെ നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുകയാണ്. ഞാനുള്ളത് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിലാണ്. കഴിഞ്ഞ 1 മാസം മുൻപ് ഈ അമ്മയ്ക്ക് അംഗനവാടിയിലെ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടി, അതായത് കരണത്ത് 2 അടി കിട്ടി. ഈ അടിയുടെ കാരണം എന്താണ്? ഇത്രയും നാൾ പിന്നിട്ടിട്ടും ഈ അമ്മ എന്തുകൊണ്ടാണ് മറച്ചു വെച്ചത്? ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അമ്മേ, കുളത്തൂപ്പുഴയിലെ ഏത് അംഗനവാടിയിലാണ് ജോലി ചെയ്യുന്നത്? വടക്കേ ചെറുകര 76 അംഗൻവാടിയിൽ. ഈ അംഗനവാടിയിൽ നിന്ന് 1 മാസം മുൻപാണ് അമ്മയ്ക്ക് കരണത്ത് അടി കിട്ടുന്നത്. ആരിൽ നിന്നാണ് അടി കിട്ടിയത്? ടീച്ചറായിരുന്നു. ടീച്ചറുടെ പേരെന്താ? ടീച്ചർ മിനി റോയ്. എന്തായിരുന്നു അടി കിട്ടാനുള്ള സാധ്യത? അടി കിട്ടാനുള്ളത് ഇങ്ങനെ വാക്കുതർക്കമായി ഞാനും ടീച്ചറും കൂടെ പറഞ്ഞ്, ടീച്ചറെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് ഇത്തിരി കുറച്ച് തരണം, എനിക്ക് വീട്ടാവശ്യത്തിന്, എനിക്ക് മെയിൻ്റനൻസ്, ഓരോ മഴ വരുമ്പോഴും പേടിയാ, ഞാൻ കരച്ചിലും പറച്ചിലും വെള്ളം കണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞു, ടീച്ചറെ ഇത് ചെയ്ത് തരണം. ടീച്ചർ കേൾക്കത്തില്ല. ടീച്ചർ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ എന്നെ അടിച്ച് 2 അടി. ഞാൻ 3 അംഗൻവാടി ഇരുന്ന ടീച്ചർമാരെ എനിക്ക് ബഹുമാനമുണ്ട്. പിന്നെ ദേശത്തെ ഒരു മൂപ്പന്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ. ആ അമ്മയ്ക്കാണ് ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സംഭവം നടന്നിട്ട് 1 മാസം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറം ലോകം അറിയാതെ ഈ ഒരു വാർത്ത മൂടി വെച്ചത്? ഈ സംഭവം മൂടി വെച്ചത് അവരെ ഭയന്നിട്ട്. പേടിയാണോ? പേടിയാണ്. എന്തായിരുന്നു പേടി? ടീച്ചർ പിന്നെ ആ മെമ്പറെ പോയി കാണുന്നു, ഈ മെമ്പറെ പോയി കാണുന്നു. അവർക്ക് പാർട്ടിക്കാരൊരു ഉണ്ട്. അമ്മക്ക് അവിടെ ജോലി നോക്കണ്ടേ? ആ ഒരു പേടിയുണ്ട് ഭയന്ന്. ജോലി പോകുന്നുള്ള പേടിയാ. അങ്ങനെ ജോലി പോകുന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മുൻപ് ഭീഷണി ഉണ്ടായിട്ടുണ്ടോ? മുമ്പേ ഇങ്ങനെ ഭീഷണിയുണ്ട്. എല്ലാ ഈ അമ്മമാർ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഒരമ്മ ഞാൻ കേട്ടോണ്ടി എന്നപ്പോഴാ പറഞ്ഞത്, നിങ്ങൾക്ക് അവരെ അങ്ങ് മാറ്റിക്കൂടെ, എന്ത് നിങ്ങൾ അവരെ നിർത്തിയേക്കുന്നത് എന്ന് പറയുന്നു. മാറ്റിക്കൂടെ എന്ന് പറയുന്നത് പിന്നെ അവർക്ക് ഒന്നും എടുക്കാനും ഞാൻ എടുക്കുന്ന കാര്യമൊക്കെ പറയും. ഓരോന്ന് ടീച്ചറെ ഇന്നത് ചെയ്യണം, അരി വെട്ടി എന്നിട്ടുണ്ട്, അതിനകത്ത് ടീച്ചറെ ഈ ചാക്കെല്ലാം അടുക്കി വെക്കണം, ടീച്ചർ വലിച്ചു വാരിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറയും. എനിക്ക് വൃത്തി വേണം. ഏതും കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും അങ്ങനെയുള്ള ടീച്ചർ ഇതെല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് ഇപ്പം പയറൊരിടത്ത് കിടക്കും, അരിയൊരിടത്ത് കിടക്കും. ഇതൊക്കെ പറഞ്ഞാൽ വഴക്ക് കൂടുന്ന 2 പേര്. അങ്ങനെ ജാതിയുടെ പേര് ടീച്ചർ പറയും. പിന്നെ നീ അങ്ങ് ഏത് ഉദ്യോഗസ്ഥൻ വന്നാലും ഏത് മന്ത്രി വന്നാലും ഞാൻ ഇവിടെ ജോലി ചെയ്യും, നീ ഇവിടെ നിന്ന് പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറയും. ഇവിടുത്തെ ഒരു മൂപ്പനാണ് താങ്കൾ. താങ്കളുടെ അമ്മയ്ക്കാണ് ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നാളായിട്ട് ഈ സംഭവം പുറം ലോകം അറിഞ്ഞില്ല. അല്ല, അമ്മ പേടിച്ചായിരിക്കും പറയാതിരുന്നത്. കാരണം അമ്മയെ അത്രത്തോളം മറ്റുള്ളവർ വിരട്ടി, പിന്നെ അവരുടെ അംഗൻവാടിയിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ വിരട്ടി അമ്മയോട് പറഞ്ഞ് ആരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും സ്ഥലം മാറ്റി വിടുമെന്നുള്ള ഭീഷണിപ്പെടുത്തിയാണ് അമ്മ ഇത് മിണ്ടാതിരുന്നത്. കാരണം അമ്മ ഇന്ന് രാവിലെ വന്ന് എന്നോട് പറഞ്ഞു, മോനെ എന്നെ ദേവോത്തരം ചെയ്ത് ജാതിപ്പേര് പറഞ്ഞ് ആക്ഷേപിച്ചു. അവിടെ പിന്നെ അവിടുത്തെ ടീച്ചർ എന്നെ 2 അടി അടിച്ചു, എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്നേരം തന്നെയാണ് ഞാൻ അതിന് മുമ്പോട്ട് നിയമപരമായി പോകാമെന്ന് വിചാരിച്ചത്. കാരണം നമ്മൾ അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും തിരക്കി പറയുന്നത് അവിടെ നിന്നുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഭീഷണിസ്വരമാണ്. കാരണം നിൻ്റെ അമ്മയ്ക്ക് ജോലി വേണോ, അതോ നിൻ്റെ അമ്മയ്ക്ക് അടി കിട്ടിയത് നിങ്ങൾ സഹിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഇത് മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിയമപരമായിട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ളൊരു ജാതി അധിക്ഷേപം ഇപ്പോൾ വീണ്ടും ഒടുവിലായി കൊല്ലം ജില്ലയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ കേസിൽ വംശീയ അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ജാതി പറഞ്ഞ നിറത്തിൻ്റെ പേരിലും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇതിനു മുൻപും ഇവർക്ക് ഇത്തരത്തിൽ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണം കൃത്യമായി നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ബിലു അനിസൻ, വിസ്മയ ന്യൂസ്.